മുന്നേ രാവിലെ ഞാനിവിടെ ഇരുന്നപ്പം വന്ന് ഞാൻ ചായ മിച്ചടും തിന്നാനും പറഞ്ഞ് വന്നപ്പോൾ മുന്നേ വന്നു. അപ്പോൾ മുന്നേ വന്നപ്പോൾ ഞാൻ പറഞ്ഞ് മുന്നേ ഷീറ്റിരിക്കില്ല. അപ്പം മുന്നേ അവിടെ നിന്ന് ഉമ്മച്ചി എനിക്ക് ഒടിച്ചിരി തുണി ഇട്ട് തരുമെന്ന് വെച്ചു. അങ്ങനെ തുണി ഇട്ട് കൊടുത്ത് അങ്ങനെ എൻ്റെ ദേഹത്തിനത് തോർത്തെടുത്തിട്ട് കൊടുത്തപ്പോൾ കയറി കിടന്ന് കൊതുവിൻ്റെ കയ്യേറ് കളി. അതാണ് എൻ്റെ പൊന്നുമോൻ അകത്തിങ്ങ് വന്നിട്ട് തുണി ഇട്ട് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടാ. കൊതു പറക്കുന്നുണ്ട. എൻ്റെ മുന്നട ചെവിയുടെ അടുത്തൂടെ ഒരു കൊതു പോയി. അങ്ങനെ ഉമ്മച്ചി ഇച്ചിരി തോർത്തിട്ട് തേടോ ഉമ്മച്ചി എനക്കൊരു കച്ചിനുമ്മ. അങ്ങനെ എൻ്റെ ദേഹത്തിരുന്ന് തോർത്തത്തേക്ക് ഇട്ട് കൊടുത്ത് തന്നെ കയറി അങ്ങ് ഇരിക്കും. അവൻ പറയും കട്ടിൽ ഷീറ്റ് കയറാൻ പോയാണേ അപ്പം ഞാൻ തുണി ഇട്ട് കൊടുക്കും. അപ്പോൾ അതിൽ കയറി കിടക്കും. അവൻ കാരണം ഞാൻ 3 തോർത്തോടി ഇപ്പോൾ മേടിച്ച് വെച്ചാൽ എപ്പോഴും അവനെടുത്തിട്ട് കൊടുക്കും. പിന്നെ നോക്കുമ്പോൾ തോർത്ത് കാണത്തില്ല. അതിൻ്റെ ഒരു പൂരൽ ഒഴിച്ചാൽ അതിൻ്റെ പൊന്നു എൻ്റെ പൂർവണങ്ങിച്ച് കായേ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. എൻ്റെ തവക്കുൽ തന്നത് എൻ്റെ പൊന്നിനെ കാക്കണേ. എൻ്റെ അപ്പനെ ഏൽപ്പിച്ചേക്ക് എൻ്റെ മുന്നായ ഒന്നും ആവല്ലേ ഞാൻ മരിച്ച എന്നൊരു വേളയോ എൻ്റെ മുന്നാച്ചി ഞാനിങ്ങനെ ഒന്ന് കാണണേ. അങ്ങനെ അങ്ങ് ചിന്തിക്കും കേട്ടാ. അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കും മുന്നാച്ചിക്ക് കൂടെ ആപത്തുമില്ലാതെ മരിച്ചണേന്ന്. ഡബ്ബ ആയുസിട്ട് ഡബ്ബ ആയുസ് തരുമ്പോഴൊരു വരെ കിടക്കും നമ്മൾ. പക്ഷേ എങ്കിൽ തന്നെ നമ്മൾ ഒരാൾ കാണുന്ന ഒരാളെ നമ്മളെല്ലാം തവക്കൽത്തു അല്ലേ കളെ. നമ്മളൊരാൾ കാണുന്ന ഒരാൾ മരിച്ചെന്ന് കേൾക്കുമ്പോൾ വിഷമമില്ലേ? നമ്മളൊരാൾ അറിയുന്ന ഒരാൾ മരിച്ചെന്ന് പറയുമ്പോൾ വിഷമമല്ലേ? അതിനേക്കാളും എല്ലാം അപ്പുറമാണ് ഈ സാധനം. എനിക്ക് ഈ മുന്നാച്ചി അത്രയ്ക്കൊരു കൂട്ടാണ്. അതുകൊണ്ടാണ് വിഷമം കൂടുതൽ. അവൻ്റെ കൂടെ മിണ്ടുമ്പോഴാണ് മനസ്സിൽ കുറേ സന്തോഷം ഉണ്ടാകുന്നത്. വരും രാവിലെ വന്നു ഉമ്മച്ചി. രാത്രി 3-4 മണിക്കാകുമ്പോൾ എണീറ്റ് പോകണം. എന്നിട്ട് രാവിലെ എണീറ്റ് വരും. വന്ന് വെളിയിലെ കൊതു. അങ്ങനെ വന്നിട്ടാണ് ഉമ്മച്ചി ഞാൻ ഇവിടെ ഇരിക്കട്ടെ കട്ടിൽ കസേരയിലോട്ട് നോക്കിയിട്ട് അങ്ങനെ ഞാൻ തലയിൽ കിടന്ന് തോർത്തെടുത്ത് ഇട്ട് കൊടുത്തു. അപ്പോൾ കയറി കിടന്ന് ഉറക്കമായി. ഉമ്മച്ചിക്ക് ഒരിടത്ത് പോകണം രാവിലെ. പിന്നെ ഉമ്മച്ചി ചായ കുടിച്ചിട്ടും എന്നത് വേറെ ഉമ്മച്ചിയുടെ ഇവിടെ ഇരിക്കും. ചായ കുടിച്ചിട്ട് ഉമ്മച്ചി പോകും കേട്ടാ. ചായ കുടിച്ചിട്ട് ഉമ്മച്ചി പോകും. എന്നൊക്കെ വേണം ചായ. മുന്നാച്ചി ഞാൻ ചായ മുന്നാച്ചി ഇരുന്ന് ഞാൻ അമ്മച്ചി രാവിലെ ആഹാരവും കഴിച്ചു പാല് കുടിച്ചിട്ടാണ് ഞാൻ വന്നിവിടെ കിടന്നത്. അമ്മച്ചി ചായക്ക് വെക്കുന്നതിന് മുമ്പ് എനിക്ക് പാല് തന്നല്ലോ. ഞാൻ കുടിച്ച് വയറില്ലാണ്ട് ഉമ്മനെ ആക്കിയിട്ടാണ് വന്ന് കേൾക്കുന്നത്. ഇനി ഉടങ്ങണം. കൊതു കടി കൊണ്ട് പുറത്ത് കിടക്കാൻ വരാത്തത്. അതാണിപ്പോൾ കൂടെ ഒടിഞ്ഞ് വരുന്നത്. അല്ലെങ്കിൽ അങ്ങ് പുറത്താണ്. പുറത്ത് കൊള്ളു. എനിക്കൊന്ന് വായിക്കും. ഉമ്മച്ചി ചായ കുടിച്ചിട്ട് ഉമ്മച്ചിക്ക് ജോലിയുണ്ട്. ഉമ്മച്ചി ചൂടിത്തരാം. കൊതു ചെവിക്കാത്താണ് എൻ്റെ കൊച്ചിൻ്റെ കൊതു ഒന്ന് കടിച്ചു കൊടുക്കുന്നത്. ചെവി മറച്ച് വെച്ചാൽ അപ്പം പിന്നെ പ്രശ്നമില്ല. ഇറങ്ങി എൻ്റെ മുത്താര് ഇറങ്ങിക്കോ. ഉച്ച എന്നിട്ട് പോകാൻ നേരത്തെ കസേര എടുത്ത് വെളിയിൽ വെച്ചിട്ട് പൊക്കിയെടുത്ത് അതിനകത്ത് കൊണ്ടുവയ്ക്കും കേട്ടാ.